ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. ദാനിയേൽ ദൈവത്തിരുമുമ്പിൽ ഇസ്രായേലിർക്കായി പ്രാർത്ഥിച്ചപ്പോൾ വേദനിച്ചിടുന്ന മാനവർക്കായി നിലവിളിയോടെ നാം പ്രാർത്ഥിക്കണം. കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രദ്ധിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. Daniel Fasting, a prayer for the world. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഏറ്റവും പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യ യേശുവേ, ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിതം മുഴുവൻ അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ച് അവിടുത്തെ ദാസീദാസന്മാരായ ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുന്നു. യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ, ആൽഫായും ഒമേഗയുമായവൻ, ഞങ്ങളുടെ ജീവന്റെ കാരണമായവൻ, ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുവാൻ സ്നേഹത്തോടെ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളവൻ, ഇതാ നമ്മുടെ ദിവ്യകാരുണ്യമായി നമ്മുടെ ഈശോ നമ്മുടെ മുമ്പിൽ. സങ്കീർത്തകൻ 61:1 തിരുവചനം ഇങ്ങനെ പറയും: എനിക്ക് അപ്രാപ്യമായ പാറമേൽ ദൈവം എന്നെ കയറ്റി നിർത്തും. ഓ ഈശോയെ, കഴിഞ്ഞ നാളുകളിൽ എനിക്കൊരിക്കലും പ്രാപ്യമെന്ന് തോന്നിയ ഒട്ടേറെ പാറമേൽ ഒട്ടേറെ ഉന്നതമായ ഇടങ്ങളിലേക്ക് നീ എന്നെ കൊണ്ടുവന്ന് നിർത്തി. നിന്റെ ദാനമാണ്. ഒരിക്കലും സ്വീകരിക്കാൻ, ഒരിക്കലും എത്തിപ്പെടുമെന്ന് ഞാൻ നനച്ചിട്ടില്ലാത്ത ഇടങ്ങളിലേക്ക്
ഓ ഈശോയെ, നീ എന്നെ കൊണ്ടുപോയല്ലോ. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കും. പ്രഭാഷകൻ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഇങ്ങനെ നിലവിളിച്ച് പറയുന്നു, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ പഴം പെറുക്കുന്നവരുടെ ഏറ്റവും പിറകിലായി. എന്നാൽ കർത്താവിൻ്റെ സഹായത്തിനെത്തി. കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ അത്തിപ്പഴം ശേഖരിക്കുന്നവരുടെ ഏറ്റവും പുറകിലായി ഞാൻ. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുൻപന്തിയിലായി. ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ ദാനമാണ്, നിന്റെ ഔദാര്യമാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ശ്വാസോച്ഛ്വാസത്തിൻ്റെ വില എന്താണെന്നറിയൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കണമെന്നില്ല. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ആയുസ് ലഭിക്കുമ്പോൾ മാത്രമാണല്ലോ ദൈവമേ ഈ ജീവിതം എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ അറിയുന്നത്. ഓ ദൈവമേ, ദാനമായി എല്ലാം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അർഹതയില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിരുന്നുമേശയിൽ നീ വിളമ്പി. കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഒട്ടേറെ യോഗ്യരെന്ന് കരുതിയ മനുഷ്യരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമേ നീ ഞങ്ങൾക്ക് സ്നേഹം തന്നു, കരുതൽ തന്നു. ജനപദങ്ങളുടെ ഇടയിൽ ഞങ്ങളെ മുമ്പിൽ നിർത്തി പ്രസംഗിക്കുന്നവരാക്കി, പ്രാർത്ഥിക്കുന്നവരാക്കി, സംഗീതം പൊഴിക്കുന്നവരാക്കി, ദൈവ ശുശ്രൂഷകരാക്കി, അങ്ങയുടെ മഹത്വം ആസ്വദിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റി. ഓ ദിവ്യകാരുണ്യ യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നുവെന്ന് നമുക്ക് ഹൃദയത്തിൽ പറയാം. സഹോദരങ്ങളെ, ഈശോയുടെ ആരാധനയിൽ പങ്കുപറ്റുന്ന എല്ലാവരും ദൈവം നൽകിയ ദാനങ്ങൾക്ക് ഈ സമയം നന്ദി പറയട്ടെ. ക്ഷതങ്ങളെ ഓർത്തും മുറിവുകളെ ഓർത്തും വേദനിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ സമയം അവൻ നൽകിയ ദാനങ്ങളെ ഓർമ്മിച്ചെടുത്ത് നന്ദി പറയണം. അതെ, ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ അധരങ്ങളെ, പ്രാർത്ഥിക്കാൻ നമ്മുടെ കാൽമുട്ടുകളെ അവൻ ബലപ്പെടുത്തി. കർത്താവേ, അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തിയല്ലോ, അവിടുന്ന് എന്നെ ബലപ്പെടുത്തിയല്ലോ. നിന്റെ വലിയ ദാനത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവനെ നമുക്ക് ആരാധിക്കാം. ആരാധ്യനായ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെല്ലാവരും നിറയപ്പെടട്ടെ സഹോദരങ്ങളെ. അവൻ്റെ ദാനമാണെല്ലാം. ഓ ഈശോയെ, ഈ പ്രാർത്ഥിക്കുന്നത് പോലും നിന്റെ ദാനമാണല്ലോ. ഈ ഒരുമിച്ച് കൂടൽ പോലും ദാനമാണല്ലോ. ഈ ഉപവാസ പ്രാർത്ഥന പോലും നിന്റെ ദാനമാണല്ലോ. ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഓ നീ ഞങ്ങളെ മുൻപന്തിയിലാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. ഓ പാറമേൽ ഞങ്ങളെ പടുതുയർത്തിയതിന് നന്ദി പറയുന്നു ദൈവമേ. ബലപ്പെടുത്തിയതിന് നന്ദി പറയുന്നു ദൈവമേ. ആയുസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിച്ചതിന് നന്ദി പറയുന്നു ദൈവമേ. ഓ സാന്നിധ്യം അയച്ചു തരുന്നതിന് നന്ദി പറയുന്നു ദൈവമേ. ഓ നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് നന്ദി പറയുന്നു ദൈവമേ. സകലതിന് നന്ദി പറയുന്നു ദൈവമേ. നന്ദി പറഞ്ഞ് അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനേ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി
ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ ഓരോന്നോരോന്നായി ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ജീവിതയാത്രക്കിടയിൽ തീർന്നു പോകാമായിരുന്നൊരു ജീവിതമായിരുന്നു നമ്മുടേത്. കൈമോശം വന്നു പോകാമായിരുന്നൊരു ജീവിതമായിരുന്നു നമ്മുടേത്. എങ്കിലും അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മെ ചേർത്ത് പിടിച്ചു. കുതറി മാറിയപ്പോഴും അവൻ്റെ സ്നേഹം ഒരു വേട്ടപ്പട്ടിയെ പോലെ നമ്മളെ പിന്തുടർന്നു. അവൻ കാണിച്ച ഔദാര്യത്തിന് നമുക്ക് നന്ദി പറയണ്ടേ? ഒരുപക്ഷേ നിങ്ങൾ കിടപ്പ് രോഗിയായിരിക്കാം. ഒരുപക്ഷേ ജീവിതത്തെ ഓർത്തുകൊണ്ട് വല്ലാതെ ശാപവാക്കുകൾ പറയുകയും വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഈ സമയം ദിവികാരുണ്യ യേശുവിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് അവൻ നൽകിയ കൃപകളെ ഓർക്കുക. ക്ഷതങ്ങളെ ഓർത്ത് വേദനിക്കാതെ കൃപകളെ ഓർക്ക്, കൃപകളെ ഓർക്ക്. എണ്ണിയാൽ ഒടുങ്ങാത്ത, ചേർത്ത് വെച്ചാൽ പൊതിഞ്ഞു പിടിക്കാൻ കഴിയാത്ത എത്രയെത്ര കൃപകൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നുമേശയെ അവൻ അലങ്കരിച്ചത്. ഓ ഈശോയെ സ്നേഹിച്ചു, എല്ലാം തന്നു, സകലതും തന്നു. പാപം മറച്ചു പിടിച്ചു. വിശുദ്ധി ഞങ്ങൾ നഷ്ടമാക്കിയ സമയങ്ങളിലും നിന്റെ കരുണ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചു. സ്വദേശത്തും വിദേശത്തായിരിക്കുന്നതിൻ്റെ ഇടയിലും അവിടുന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ചു. എല്ലാ വഴിയിലും അങ്ങുണ്ടായിരുന്നു, ഞങ്ങളെ താങ്ങുവാനും ഞങ്ങളെ വഴി നടത്തുവാനും. ഓ ഈശോ, ഇതിന് ഞങ്ങൾ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കണം? അതെ, രക്ഷയുടെ കാസ കയ്യിലെടുത്തുകൊണ്ട് ദാവീദിനെ പോലെ ഞങ്ങൾക്കും സ്തോത്രഗീതം ആലപിക്കണം. അതെ, കർത്താവാണ് ഞങ്ങൾക്കെല്ലാം തന്നത്. കർത്താവാണ് എല്ലാം ഞങ്ങൾക്ക് തന്നത്. ഈശോവാണ് ഞങ്ങൾക്കെല്ലാം തന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ ഏറ്റവും പിറകിലായിരുന്നു ഞാൻ. എന്നാൽ കർത്താവിൻ്റെ സഹായത്തിനെത്തിയല്ലോ, ഈശോ എൻ്റെ സഹായത്തിനെത്തിയല്ലോ. ആ സഹായം എന്നെ വീണ്ടെടുത്തല്ലോ. ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു ഈശോ, ആരാധിക്കുന്നു ഈശോ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, പിന്നിലായിരുന്നു ഞാനെന്നും. എങ്കിലും നിൻ കൃപ എന്നെ മുന്നിലാക്കിയല്ലോ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, പിന്നിലായിരുന്നു ഞാനെന്നും. എങ്കിലും നിൻ കൃപ എന്നെ മുന്നിലാക്കിയല്ലോ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയാ ശ്രമിക്കുക. ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കാൻ ആഗ്രഹിക്കുന്നവർ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുക. അവൻ തന്നതാണ് സകലതും. അവൻ തരാത്തതായി നമുക്കൊന്നുമില്ല. ഈ അനുഗ്രഹീതമായ ദിവസം പ്രവാസികളായ മുഴുവൻ മലയാളികളെയും ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സ്മരിക്കുന്നു. എത്രയോ പേർ വീസയ്ക്ക് വേണ്ടി മറ്റൊരു ദേശത്തിലേക്ക് കുടിയേറിയതിന് വേണ്ടി വലിയ ക്യൂ ആയി അവിടെ നിന്നിരുന്നു. എന്നിട്ടും ദൈവം നിങ്ങളുടെ പാസ്പോർട്ടിൽ സീൽ വെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് അപ്രാപ്യമായ പാറമേൽ ദൈവം നിങ്ങളെ കയറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരുപക്ഷേ ഇന്ന് നിങ്ങൾ പലതിനെയോർത്തും വേദനിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ കൊണ്ട്
ദൈവം നിങ്ങളുടെ വീട്ടുമേശയെ അലങ്കരിച്ചുവെന്ന് നിങ്ങൾ മറക്കരുത്. സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയുക. കർത്താവ് നിങ്ങളുടെ മേൽ ചുരിഞ്ഞ സകലത്തിനും, സ്നേഹത്തിനും, സമ്പത്തിനും, അംഗീകാരത്തിനും, ഉയർന്ന സാധ്യതകൾക്കും എല്ലാം ഈശോയ്ക്ക് നന്ദി പറയുക. ഓ ഈശോയെ, ഞങ്ങളുടെ ജീവിത വഴിയിൽ അപ്രാപ്യമായ പാറമേൽ നിന്റെ ദൈവജനത്തെ നീ കയറ്റി നിർത്തിയല്ലോ, നീ നയിച്ചല്ലോ, നീ വഴി നടത്തിയല്ലോ. കർത്താവേ, നന്ദി പറയുന്നു. പ്രതിനന്ദി പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ കുടിയേറിയ ദേശത്തിന് വേണ്ടി പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല. ആ ദേശത്തിൻ്റെ പാപങ്ങളും നന്മകൾ സ്വീകരിക്കുന്ന ഞങ്ങളുടെ മടിത്തൊട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഓ ഈശോ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന് വേണ്ടി, അമേരിക്കൻ ഐക്യനാടുകൾക്ക് വേണ്ടി, ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുകാരാകുന്ന എല്ലാ ദൈവമക്കളും, എല്ലാ കുടിയേറ്റ മലയാളികളും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, എനിക്ക് അപ്രാപ്യമായ പാറമേൽ എന്നെ കയറ്റി നിർത്തിയവനെ, നിനക്ക് ആരാധന, നിനക്ക് മഹത്വം, നിനക്ക് സ്തുതി ഈശോ. സ്നേഹത്തോടെ ഈശോയോട് പറയാം. എൻ്റെ ദൈവം രക്ഷാകേന്ദ്രം, ശത്രുവിനെ തീരെ സുശക്ത ഗോപുരം. എൻ്റെ ദൈവം രക്ഷാകേന്ദ്രം, ശത്രുവിനെ തീരെ സുശക്ത ഗോപുരം. എനിക്കപ്രാപ്യമായ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തി. എനിക്കപ്രാപ്യമായ പാറമേ, എന്നെ അവൻ കയറ്റി നിർത്തും. എൻ്റെ ദൈവം രക്ഷാകേന്ദ്രം, ശത്രുവിനെ തീരെ സുശക്ത ഗോപുരം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നാമവും അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ ഉപവാസ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ, പ്രത്യേകിച്ചും ഈ ദിവസം നാം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, നിങ്ങൾ ഏത് ദേശത്താണോ ഇന്ന് താമസിക്കുന്നത് ആ ദേശത്തിലെ നിവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയ ഉത്തരവാദിത്തം ദൈവം നിങ്ങളുടെ ചുമലിൽ വെച്ചു തരുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഒരു പക്ഷേ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലായിരിക്കാം, ലോകത്തിലെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലേക്ക് ജീവിതത്തിൽ ഉന്നതമായ ജോലിക്കോ മക്കളുടെ വിദ്യാഭ്യാസത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയോഗാർത്ഥം നിങ്ങൾ യാത്ര ചെയ്തവരായിരിക്കാം. സഹോദരങ്ങളെ, നാം ഏത് ദേശത്ത് ചെല്ലുമ്പോഴും നാം ഓർക്കണം, ആ ദേശത്തിലെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളുടെ വീട്ടുമേശയിലേക്ക് വരുന്നുണ്ട്. സമ്പത്തായും സൗകര്യങ്ങളായും ആനുകൂല്യങ്ങളായും നമ്മളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ട്. എങ്കിൽ ആ ദേശത്തിൻ്റെ അപരാധവും വിപരീതമായ സാഹചര്യങ്ങളും ദൈവ നിയമത്തെ ലംഘിക്കുന്ന സാഹചര്യങ്ങളും ഒപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഏത് ദേശത്താണോ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഇതുകൊണ്ടാണ് പ്രവാചകനായ ദാനിയേൽ, ബാബിലോണിൻ്റെ പ്രവാസ കാലഘട്ടമാണ് എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് സ്വന്തമായ ദേശമില്ല, അവർ വിഷമിച്ചാണ് കഴിയുന്നത്. എങ്കിലും ആ ദേശത്തിന് വേണ്ടിയും ആ ദേശത്തിലെ അധിപന്മാർക്ക് വേണ്ടിയും അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, കർത്താവേ, നീ ശ്രവിക്കണം,
കർത്താവെ നീ പൊറുക്കണം, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ജീവിക്കാൻ വേണ്ടി, ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒപ്പം ദൈവമേ, ഇവിടെ ഒട്ടേറെ മനുഷ്യരുണ്ട് അങ്ങയെ അറിയാത്തവർ, അങ്ങയുടെ സ്നേഹമറിയാത്തവർ. അവർക്ക് വേണ്ടി കൂടിയാണ് ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ദൈവമേ ഞങ്ങൾ പരിഹാരം ചെയ്യുന്നത്. ഏതാണ്ട് സമാനമായൊരു ഭാഗം ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ബാബിലോണിന്റെ പ്രവാസകാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ, ഞാൻ നിങ്ങളെ അടിമകളാക്കിയിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിന് വേണ്ടി യത്നിക്കുവിൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവരുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. നിങ്ങളുടെ ക്ഷേമം, പ്രിയമുള്ളവരെ, കുടിയേറ്റ മലയാളികൾ എങ്ങനെ ചിന്തിക്കണം? ഞങ്ങളുടെ ക്ഷേമം, ഞങ്ങളുടെ വീടിൻ്റെ ക്ഷേമം, ഞങ്ങളുടെ മക്കളുടെ വരും തലമുറകളുടെ ക്ഷേമം അടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഏത് ദേശത്ത് കുടിയേറിയിരിക്കുന്നുവോ, ഏത് ദേശത്തിൻ്റെ ഓഹരി കൊണ്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും പോറ്റുന്നുവോ, ആ ദേശത്തിൻ്റെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ ക്ഷേമവും അടങ്ങിയിരിക്കുന്നത്. എങ്കിൽ ഞങ്ങൾ കുടിയേറിയിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഒട്ടേറെ കുടിയേറ്റ ദേശങ്ങൾ, ദൈവത്തെ ഓർക്കുന്ന ദേശങ്ങളുണ്ട്, ദൈവത്തെ മറന്നു കളയുന്ന ദേശങ്ങളുണ്ട്, ഒട്ടേറെ അപരാധങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, ഈ കുടിയേറ്റ ദേശത്തിന് വേണ്ടി, ഈ വിപ്രവാസ കാലഘട്ടത്തിൽ എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഒപ്പം നിന്റെ തന്നെ സ്വന്തം ജനമാണല്ലോ ഇവരെല്ലാവരും, മനുഷ്യരാശി മുഴുവൻ. ഇവർ വഴി ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ദൈവമേ കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ജീവിതം ഔദാര്യമായി കിട്ടിയവരാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും. ഈ വർഷം നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കണം, ഈ ഒരാണ്ട് കൂടി ആയുസ് നമുക്ക് ദൈവം തരുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓർക്കണം, ഈ ആണ്ട് ജീവിക്കാൻ നമ്മളെ അനുവദിച്ചത്, അതിജീവിക്കാൻ നമ്മളെ അനുവദിച്ചത് നമ്മളായിരിക്കുന്ന പട്ടണങ്ങൾക്കും ദേശങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തണ്ടേ, നമുക്ക് മുട്ടുകൾ മടക്കണ്ടേ, കർത്താവിനെ അവരറിയാൻ, കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണ്ടേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകൾ മടക്കി ശിരസ് നമിച്ച് കർത്താവെ ശ്രവിക്കണമേ, കർത്താവെ പൊറുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിശുദ്ധ കുരിശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം ഒരുമിച്ച് നമ്മളായിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ, എൻ്റെ ദൈവമേ കരുണാനിധി. നിന്റെ നാമത്തെ പ്രതി നീ വൈകരുതേ, കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ. നിങ്ങളുടെ കൈവശം ജപമാലയോ വിശുദ്ധ കുരിശോ ഉണ്ട് എങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ ആരാധനയിൽ പങ്കുകാരാകുന്നതെങ്കിൽ വലത് കരത്തിൽ അത് സ്നേഹത്തോടെ ഉയർത്തിപ്പിടിക്കുക. നാം ഉയർത്തിപ്പിടിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വദേശത്തിന് വേണ്ടിയല്ല, കുടിയേറ്റ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ വരണം, സ്നേഹം വരണം, ദൈവജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. പിശാചും അവൻ്റെ ചെയ്തികളും നിഷ്പ്രഭമാകണം. മനുഷ്യപുത്രൻ്റെ അടയാളമായ വിശുദ്ധമായ കുരിശുയർത്തി ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ കരുണ ധാരാളമായി ആകാശം ചായച്ചു വർഷിക്കുന്നു.
ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റുപറയുമല്ലോ. ഇതാ കർത്താവിൻ്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ കർത്താവിന്റെ കുരിശ്, ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ ഓടിപ്പോവുക. ദുഷ്ടശക്തികളെ ഓടിപ്പോകുക. യൂദായുടെ സിംഹവും യൂദായുടെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ദാവീദിന്റെ വേരുമായവൻ വിജയം വരിച്ചിരിക്കുന്നു. വിജയം വരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. In the name of Jesus, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature and in fire. You are the Lord of the entire universe, and I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. O Mary, our mother, we seek your protection and intercession with the sacred heart of Jesus for us and for our families, and surround us with your mantle of love to discourage the enemy. Saint Michael and our guardian angels, come, defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus, I bind and command all powers and forces of evil to depart right now away from us, from our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in the most precious name of our Lord and Savior Jesus. Amen. ആരാധന 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 അങ്ങേയ്ക്കായിരമായിരം ആരാധന ആരാധന യേശുവേ. ഞാൻ അധിവസിക്കും ഈ ദേശത്തിനായി കരമുയർത്താം പ്രാർത്ഥിച്ചിടാം. അങ്ങേ അറിയാത്തവർക്കായി ആത്മഭാരത്തോടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിടാം. ഞാൻ അധിവസിക്കും ഈ ദേശത്തിനായി കരമുയർത്താം പ്രാർത്ഥിച്ചിടാം. അങ്ങേ അറിയാ